ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് ഈ ട്രൗസർ പാൻ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കും നല്ല സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാൻറ്, ട്രൗസർ പാൻറ്. അതാണ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കിയാലോ. ഇതിന് വലിയ അളവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഇതിന് കുറവാണ്. അപ്പം ബിഗിനേഴ്സിന് നല്ല ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഒരു 2-2.25 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിലൊന്നും വേറെ പാൻറ് മേടിക്കാതെ സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ പാൻറ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാം. ഡെയിലി വെയർ ആയിട്ട് ഇടാം. അതുപോലെ കുർത്തകളുടെ കൂടെയൊക്കെ നമുക്ക് എങ്ങനെ വേണോ നല്ല കംഫർട്ടായിട്ട്, പ്രത്യേകിച്ച് ചൂട് സമയത്ത് നമുക്ക് നല്ല കംഫർട്ടായിരിക്കും കേട്ടോ. ഞാനിവിടെ 2 മീറ്ററിലാണ് ഇപ്പൊ ഈ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ മീറ്റർ കണക്ക് 2-2.25 അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹൈറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് 2.25, 2.5 എങ്ങനെ വേണം എടുക്കാം. ഇപ്പൊ എനിക്ക് 2 മീറ്റർ മതി. ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ക്ലോത്ത് കൂട്ടിയും കുറച്ചും യൂസ് ചെയ്യാം. ഞാനിപ്പോ 2 മീറ്റർ ആണ് ഈ പാൻറിന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ വീതി നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ ക്ലോത്തിന് എത്രയാണ് വീതി എന്ന്. ഇതിനിപ്പോ ഒരു 43 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഇതിന്റെ ടോട്ടൽ വീതി 43 ഇഞ്ചാണ്. ഈ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നതിന് അധികം വീതിയുള്ള ക്ലോത്തിന്റെ ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിനെ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ 4ആയിട്ടാണ് മടക്കിയിടുന്നത്. ഇതുപോലെ ഒന്ന് 4ആയിട്ട് നല്ല കറക്റ്റ് പിടിച്ചൊന്ന് മടക്കി കൊടുത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഫോൾഡ് ചെയ്തിട്ട സൈഡ് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഫോൾഡ് ചെയ്ത സൈഡ്. ഈ സൈഡ് ഇവിടെയാണ് ഓപ്പൺ സൈഡ്. ഇപ്പൊ 4ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഈ മേളില് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫോൾഡ് ചെയ്ത സൈഡ് ആണല്ലോ, അപ്പൊ ഇവിടെ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. ഇനി മാർക്ക് ചെയ്ത് തുടങ്ങാം. മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്ന ഹിപ്പ് ഏരിയയുടെ ബെൽറ്റ് പോർഷൻ. ബെൽറ്റ് കൊടുക്കാൻ വേണ്ടി 2 ഇഞ്ച് ഏറ്റവും മേളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്ത് എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ചേർത്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി വണ്ണം മാർക്ക് ചെയ്യണം, ഹിപ്പിന്റെ വണ്ണം. അതിനുവേണ്ടി നമ്മുടെ ഹിപ്പ് ഏരിയ എത്രയാണോ അതിന്റെ 4/1. അപ്പൊ ഞാനിവിടെ എടുക്കുന്ന ടോട്ടൽ വണ്ണം 40. 40ന്റെ 4/1 ആകുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 4 10. അപ്പൊ എനിക്കിവിടെ 10 ഇഞ്ചാണ് വരുന്നത്. അതിന്റെ കൂടെ ഒരു 2 ഇഞ്ച് ലൂസിന് വേണ്ടി ഒരു 2 ഇഞ്ച് ചേർത്ത് 12 ഇഞ്ചാണ് ഞാനിവിടെ ഹിപ്പ് ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ 4ആയിട്ടാണ് ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യാൻ വേണ്ടി ഹിപ്പ് ഏരിയ എത്രയാണോ നിങ്ങൾ എടുക്കുന്ന അത് ഡിവൈഡ് ചെയ്യണം 4 ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 10 ആണെന്ന്. ലൂസ് 3 ഇഞ്ച്. അപ്പൊ 10 + 3 13 ഇഞ്ചാണ് ക്രോച്ച് ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയും 12 ഇഞ്ചാണോ എന്ന് ക്ലിയർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. മേളിൽ ഹിപ്പ് ഏരിയ 12 അല്ലേ, അപ്പൊ ഇവിടെയും 12 ഇഞ്ച് പോയിന്റ് കൊടുത്തിട്ട് ക്രോച്ച് ഏരിയ 13 അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ബോക്സ് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച ശേഷം ഈ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്തല്ലോ, ഈ എൻഡില് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച് ഈ എൻഡിലൊന്ന് ഈ സൈഡിലോട്ട് ഒരു 4 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. 3-4 ഇഞ്ച് കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഒന്നും കൊടുക്കാതെ സിംഗിൾ പീസല്ലേ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കംഫർട്ട് ആയിരിക്കണമെങ്കിൽ അത്യാവശ്യം ക്ലോത്ത് അവിടെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ 4 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ലൂസ് കിട്ടും. ചൂട് കാലത്തൊക്കെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ലൂസുള്ള പാൻ്റ് അല്ലേ നല്ലത്. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണ്ടത് 36 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്. ഇപ്പൊ 36 ഇഞ്ച് ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ മേളിൽ 2 ഇഞ്ച് ബെൽറ്റ് പോയിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അത് മാറ്റി വിട്ട ശേഷം ഈ മാർക്ക് ചെയ്തല്ലോ, ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് താഴോട്ട് 36 ഇഞ്ച് വേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ലോത്ത് എത്രയാണ് വേണ്ടതെന്ന്. ഞാനിവിടെ 2 മീറ്ററിന് എടുത്തിട്ടുള്ളതെന്ന്. ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്താണ് ക്ലോത്ത് എടുക്കേണ്ടത്. അപ്പൊ
2 മീറ്ററിൽ ഇപ്പൊ മനസ്സിലായില്ലേ, 36 ലെങ്ത്, 36 37 വരെ നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ ലെങ്ത് ഉള്ളവർക്ക് 2.25 2.5 മീറ്ററോ ഒക്കെ എടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ, ഞാനിവിടെ 36 മാർക്ക് ചെയ്ത് പോയ ശേഷം ഒരു 2 ഇഞ്ച് കൂടെ ബാലൻസ് ഉണ്ട്. അത് ഞാനിവിടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി മാറ്റിയതാണേ. ഇപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ പാന്റ് എടുത്തിട്ടൊന്ന് ഇഞ്ച് അളന്ന് നോക്കിയാൽ മതി. 36, ഞാനിപ്പോ 2 മീറ്ററിൽ 36 കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 2.25 മീറ്റർ ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഇവിടുത്തെ വണ്ണം, ലെങ്ത് ആണല്ലോ മാർക്ക് ചെയ്ത, ഇവിടുത്തെ വണ്ണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അത്രയും കൊടുക്കാം കേട്ടോ. ചിലർക്ക് വീതി കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര വീതി ഇഷ്ടാവത്തില്ല. ഞാനിവിടെ 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ 10 ഇഞ്ച്. അപ്പൊ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പിന് കൊടുക്കും, 9 ഇഞ്ച് എനിക്ക് കിട്ടും ഈ പാന്റിന്റെ ഈ ഭാഗത്തെ വീതി. ഇനിയിപ്പോ ഇതിനേക്കാളും വീതി വേണമെങ്കിൽ ഒരു 13 15 എങ്ങനെ വേണോ കൊടുക്കാൻ, ഇതിൽ ആവശ്യത്തിന് വീതി കിട്ടും കേട്ടോ. അപ്പൊ ഞാനിവിടെ എനിക്ക് ആവശ്യത്തിനുള്ള 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ എൻഡ് ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണേ. ഇനിയിപ്പോ ഈ വണ്ണം മാർക്ക് ചെയ്തല്ലോ 10 ഇഞ്ച്, അവിടെ നിന്ന് മേളിലോട്ട് 2 ഇഞ്ച്, 36 ഇഞ്ച് ലെങ്ത് പോയിട്ടുള്ള 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാനാണേ. അത് കഴിഞ്ഞ് ഈ ക്രോച്ചേരി മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് താഴെ ലെങ്ത് ഉണ്ടല്ലോ അതുവരെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇത് ചേർത്തൊന്ന് വരച്ചു കൊടുത്ത ശേഷം ഈ ക്രോച്ച് ഏരിയ മേളിൽ കർവ് ചെയ്ത് കൊടുത്തല്ലോ അതുപോലെ തന്നെ താഴോട്ടും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് താഴോട്ട് വരച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഈ കർവ് ചെയ്ത് വിട്ടല്ലോ, ആ ലെവലില് ഈ 2 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് വിട്ട് അതുവരെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്യുമ്പോ ഈ ഫസ്റ്റ് വരച്ച ലൈൻ ചേർത്ത് കട്ട് ചെയ്യാൻ പാടില്ല, ഈ കർവ് ചെയ്ത് വിട്ടല്ലോ അത് ചേർത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി, കട്ട് ചെയ്തെടുത്താൽ മതി. മാർക്ക് ചെയ്ത് വിട്ടതിന്റെ പുറത്തുകൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോ ദാ ഈ കട്ട് ചെയ്ത് ക്രോച്ച് ഏരിയയുടെ ഈ എൻഡ് വരെ എത്തി. ഇനി മേൽഭാഗത്തൊന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് താഴെ വരെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ടിങ് കഴിഞ്ഞു വേണ്ടോ. ഇപ്പൊ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്, 2 കാലിനും. ഇത്രയും മാത്രമേ ഉള്ളൂ പാന്റിന്. നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ, 2 പാർട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി, ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചാൽ മാത്രം മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ പാന്റ് കിട്ടും. വേറെ നമുക്ക് അറ്റാച്ച് ചെയ്ത് അടിക്കാനോ ഒന്നുമില്ല. അപ്പൊ ഇതിനൊന്ന് നിവർത്തി നോക്കിയാലോ. കണ്ടോ, ഇതുപോലെ ഒന്ന് നിവർത്തി നോക്കുമ്പോ ഇതുപോലെ കിട്ടി. ഇനിയിപ്പോ 2 സൈഡ്, ഫ്രണ്ടും ബാക്കും സൈഡ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ക്രോച്ച് ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ലെവല് പിടിച്ച് ഈ സൈഡും ഈ സൈഡും 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ 2 പീസും ഒരേ കണക്കിന് പിടിച്ച് ഈ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് ഈ ക്രോച്ച് ഏരിയയുടെ എൻഡ് വരെ ഒന്ന് കൊണ്ട് നിർത്തിയാൽ മതി. കണ്ടില്ലേ, ഇതുവരെ സ്റ്റിച്ച് ചെയ്താൽ മതി. 2 സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ അതാ ഇതുപോലെ കിട്ടും. ഇപ്പൊ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഈ 2 സൈഡും ഫ്രണ്ടും ബാക്കും മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 2 ഇഞ്ച് ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അതൊന്ന് കറക്റ്റ് പിടിച്ചു വെച്ച് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആദ്യം 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ഫോൾഡും കൂടെ ഇതുപോലെ തന്നെ 2 കാലിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 കാലും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ഈ 2 കാലിന്റെ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ടേ. കണ്ടില്ല, ഇതാ ഇതുപോലെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടെന്നറിയോ, ഇനിയിപ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡ് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ കാലിന്റെ ഈ എൻഡിൽ നിന്ന് സെന്റർ വരെ, ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഈ എൻഡ് വരെ
1 ഇഞ്ച് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഒരൊറ്റ പണി ഇവിടെ ബാക്കിയുള്ളൂ. നമ്മുടെ ഈ ബെൽറ്റ് ഏരിയ 2 ഇഞ്ച് മാറ്റി വിട്ടല്ലോ, അത് ഒന്ന് ഫോൾഡ് ചെയ്തടിച്ച് എലാസ്റ്റിക് കൂടെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാന്റ് റെഡിയാവും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ 2 കാലും സ്റ്റിച്ച് ചെയ്തല്ലോ, അതൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് കണ്ടില്ലേ, 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഞാൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. സെന്റർ വരെ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കാല് 2 കാലും ഇതുപോലെ തയ്യൽ തുമ്പ് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്താൽ മതി. അതുപോലെ ഈ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ, സ്റ്റിച്ച് മാറ്റി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൂടെ ഇട്ട് കൊടുക്കണേ. ബെൽറ്റേരി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഇതുപോലെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഒന്നും കൂടെ 2 ഇഞ്ചല്ലേ പറഞ്ഞ, അപ്പൊ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് വെച്ച് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ റൗണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ഒരു 2-3 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് കൊടുക്കണം. കാരണം എലാസ്റ്റിക് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു സ്പേസ് അവിടെ വേണം. ഞാനിവിടെ എടുത്ത എലാസ്റ്റിക്കിന്റെ വീതി 1 ഇഞ്ചാണേ. അപ്പൊ നേരത്തെ ഇതുപോലെ ഞാനൊരു വീഡിയോ പാന്റിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഹിപ്പ് ഏരിയക്ക് എലാസ്റ്റിക് അളന്നെടുക്കുന്നതെന്ന്. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. എലാസ്റ്റിക് ഇപ്പൊ പല ടൈപ്പ് ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന എലാസ്റ്റിക് ഇപ്പൊ ഹിപ്പ് ഏരിയ 40 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരു 3 ഇഞ്ച് കുറച്ച് ഞാൻ 37 ഇഞ്ചാണ് എടുക്കുന്നത്. ഇപ്പൊ 3-4 ഇഞ്ച് നമുക്ക് കുറച്ചെടുക്കുന്നതിന് സാരമല്ല. ഒത്തിരി കുറയ്ക്കരുത്, നല്ല ടൈറ്റ് ആവും. ഇപ്പൊ എലാസ്റ്റിക്കിന്റെ എൻഡിൽ ഒരു പിൻ കൊടുക്കുന്നുണ്ട് ഞാന്. പിൻ ചെയ്ത് ഇപ്പൊ നമ്മള് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തല്ലോ, അതിനകത്തൂടെ ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുവാണേ. ഇങ്ങനെ ഒന്നെടുത്ത് ഫുൾ റൗണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് അതിനെ പുറത്തെടുക്കാം. ഇലാസ്റ്റിക് പലതരത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോ ഒരു ഈസി മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിക് രണ്ടും ചേർത്ത് വെച്ച് നിരത്തി അടിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ ഇലാസ്റ്റിക്കിന്റെ ഇഞ്ച് കുറയത്തില്ല. ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് അതിന്റെ പുറത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് ഏകദേശം 1 ഇഞ്ച് വരെ കുറയും. അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഇഞ്ച് കുറച്ചെടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ 3-4 ഇഞ്ച് നമുക്ക് കുറയുന്നതിന്, 5 ഇഞ്ചിനകത്തുവരെ കുറയുന്നതിന് വലിയ വിഷയമല്ല. പക്ഷെ ഒത്തിരി കുറയ്ക്കരുത്. പിന്നെ ഓരോ എലാസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചില എലാസ്റ്റിക് നല്ല മുടുക്കമായിരിക്കും, ചില എലാസ്റ്റിക് അത്ര ടൈറ്റ് ആവത്തില്ല, കുറച്ച് ലൂസ് കാണും. അപ്പൊ ഇതുപോലെ ഒന്ന് നമുക്ക് എലാസ്റ്റിക് ഇട്ട് ഒന്ന് നല്ല പോലെ വലിച്ചു വിട്ട ശേഷം ഈ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എലാസ്റ്റിക് ഒന്ന് വലിച്ചു വെച്ച് ഒരു 2-3 സ്റ്റിച്ച് അതിന് പുറത്തൂടെ കൊടുക്കാം. ഇതിപ്പോ കറക്റ്റ് സെറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. കണ്ടോ, അപ്പൊ നമ്മുടെ പാന്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ട്രൗസർ പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ എത്ര സിമ്പിൾ ആണെന്ന് മനസ്സിലായില്ലേ? ബിഗിനേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ പാന്റ് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാന്റ് അല്ലേ ഇത്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള പാന്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുർത്തകൾ എല്ലാം നല്ലപോലെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ പാന്റ് മേടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇതുപോലെ 2 മീറ്റർ 2.25 മീറ്റർ ക്ലോത്ത് മേടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമുക്ക് പൈസയും ലാഭമല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.